വീണ്ടും ഒരു മഹാദുരന്തം. നേപ്പാളിലെ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉണ്ടായ മിന്നൽ പ്രളയം നൂറുകണക്കിന് കുടുംബങ്ങളെയും വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുമ്പോഴും മരണസംഖ്യ ഉയരുന്നതും നൂറുകണക്കിന് ആളുകളെ ഇപ്പോഴും കണ്ടെത്താനാകാത്തതുമാണ് ഏറ്റവും വലിയ ആശങ്ക. നേപ്പാളിൽ ബുധനാഴ്ച പുലർച്ചെയാണ് ഈ ദുരന്തത്തിന് തുടക്കമായത്. ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള മലനിരകളിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണതിനെ തുടർന്നാണ് വൻ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതെന്നാണ് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രാഥമിക വിലയിരുത്തൽ. സാധാരണ പ്രളയമല്ല ഇത്. മലമുകളിൽ നിന്ന് അതിശക്തമായി കുത്തിയിറങ്ങിയ വെള്ളവും മണ്ണും പാറക്കല്ലുകളും ചേർന്ന മലവെള്ളപ്പാച്ചിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഗ്രാമങ്ങളിലൂടെ പാഞ്ഞു കയറുകയായിരുന്നു. നിരവധി വീടുകൾ ഒലിച്ചുപോയി, റോഡുകൾ തകർന്നു, പാലങ്ങൾ ഒലിച്ചുപോയി, നൂറുകണക്കിന് ട്രക്കുകൾ പോലും വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അപ്രത്യക്ഷമായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് രസുവ, നുവാകോട്ട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തബാധിതമായ പ്രദേശങ്ങൾ. ഇവിടെ തന്നെയാണ് ഇപ്പോൾ നേപ്പാൾ സൈന്യത്തിന്റെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനവും നടക്കുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഔദ്യോഗിക കണക്കുകൾ മാത്രം മതി. ഏകദേശം 2000 സൈനികരെയാണ് നേപ്പാൾ സർക്കാർ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചിരിക്കുന്നത്. കരസേനയും ദുരന്ത രക്ഷാസേനയും വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തകർന്ന ഗ്രാമങ്ങളിലേക്കും മലപ്രദേശങ്ങളിലേക്കും എത്തിച്ചേരാൻ ശ്രമിക്കുകയാണ്. ഇതിനോടകം 123 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യക്കാർക്കും ആശ്വാസ വാർത്തയുണ്ട്. രക്ഷപ്പെടുത്തിയവരിൽ 21 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. അതേസമയം ദുരന്തത്തിന്റെ ഏറ്റവും വേദനാജനകമായ കണക്ക് മരണസംഖ്യ തന്നെയാണ്. ഇതുവരെ 165 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോഴും 826 പേരെ കാണാതായിരിക്കുകയാണ്. ഈ 826 പേരിൽ 529 പേർ വിനോദസഞ്ചാരികളാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. നേപ്പാളിലേക്ക് വിനോദയാത്രയ്ക്കും തീർത്ഥാടനത്തിനുമായി എത്തിയ നൂറുകണക്കിന് ആളുകളുടെ വിവരമാണ് ഇപ്പോഴും വ്യക്തമല്ലാത്തത്. മറ്റൊരു പ്രധാന കാര്യം, ദുരന്തബാധിത പ്രദേശം ലോകമെമ്പാടുമുള്ള ഹിന്ദു തീർത്ഥാടകർക്ക് അതീവ പ്രധാനപ്പെട്ട കൈലാസ് മാനസ സരോവർ തീർത്ഥാടന പാതയിലാണ്. ഇന്ത്യയിൽ നിന്നും മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി ഓരോ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ പാതയിലൂടെ യാത്ര ചെയ്യാറുണ്ട്. തീർത്ഥാടന സീസണിൽ തന്നെ ഈ മഹാദുരന്തം സംഭവിച്ചതാണ് ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. മലയോര പ്രദേശമായതിനാൽ പല സ്ഥലങ്ങളിലേക്കും റോഡ് മാർഗം എത്താൻ കഴിയുന്നില്ല. അതിനാൽ ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ ജീവൻ രക്ഷിക്കുന്ന ഏറ്റവും പ്രധാന മാർഗം. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചതനുസരിച്ച് രാവിലെ 6:30 മുതൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനൊപ്പം ഭക്ഷണം, കുടിവെള്ളം, മരുന്ന് തുടങ്ങിയ അവശ്യ സാധനങ്ങളും ഹെലികോപ്റ്റർ വഴി എത്തിച്ചു നൽകുന്നുമുണ്ട്. പ്രധാനമന്ത്രി ദുരന്തബാധിത മേഖല നേരിട്ട് സന്ദർശിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തതായും റിപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രളയം മനുഷ്യജീവിതം മാത്രമല്ല, നേപ്പാളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ഡസനോളം ജലവൈദ്യുത പദ്ധതികൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. മലനദികൾ നിറഞ്ഞൊഴുകുകയും വൈദ്യുത നിലയങ്ങളിലേക്ക് വലിയ തോതിൽ മണ്ണും പാറയും അടിഞ്ഞുകൂടുകയും ചെയ്തതോടെ വൈദ്യുതി ഉൽപാദന സംവിധാനങ്ങൾക്കും തിരിച്ചടിയേറ്റിരിക്കുകയാണ്. റോഡുകൾ തകർന്നതോടെ രക്ഷാപ്രവർത്തന വാഹനങ്ങളുടെ ഗതാഗതവും വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നിരവധി പ്രദേശങ്ങൾ ഇപ്പോഴും പുറം ലോകവുമായി ബന്ധം നഷ്ടപ്പെട്ട നിലയിൽ തന്നെയാണ്. അതിർത്തി മേഖലകളിൽ മലവെള്ളപ്പാച്ചിലിൽ ആളുകൾ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ ദുരന്തത്തിന്റെ ഭീകരത ലോകം കണ്ടിരിക്കുകയാണ്. എന്നാൽ അധികൃതർ പറയുന്നത് ഒരു കാര്യമാണ്, യഥാർത്ഥ നാശനഷ്ടത്തിന്റെ കണക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ലെന്ന്. മഴയും പ്രതികൂല കാലാവസ്ഥയും തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് വരാം. നേപ്പാളിലെ ഈ മിന്നൽ പ്രളയത്തെ തുടർന്ന് 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട് പറയുന്നത്. ഇത് കേരളത്തിലെ നിരവധി കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയ വാർത്ത തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനായി പ്രത്യേക ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. വിവിധ ഹെൽപ്പ് ഡെസ്കുകളിലേക്ക് ലഭിച്ച 17 ഫോൺ കോളുകളിൽ നിന്നാണ് 53 മലയാളികൾ ദുരന്തബാധിത മേഖലയിൽ കുടുങ്ങിയിരിക്കുന്നതായി വിവരം ലഭിച്ചത്. ഇവരിൽ പലരെയും ഇതുവരെ നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇവർ സുരക്ഷിതരായിരിക്കാമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. പ്രശ്നം എന്തെന്നാൽ മൊബൈൽ ബന്ധം തകരാറിലായിട്ടുണ്ട്, യാത്രാമാർഗങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ കുടുംബാംഗങ്ങൾക്ക് ഇവരുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കയും യാഥാർത്ഥ്യവും വേർതിരിച്ച് കാണണമെന്ന് അധികൃതർ ആവശ്യപ്പെടുന്നുമുണ്ട്.
കേരള സർക്കാർ ഇതിനായി വിവിധ തലങ്ങളിൽ ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അതേസമയം നോർക്കയും മലയാളികൾക്കായി പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുമുണ്ട്. പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ഡൽഹിയിലെ ഡെവലപ്മെന്റ് ഓഫീസറെ ചുമതലപ്പെടുത്തിയതായും അറിയിച്ചിട്ടുണ്ട്. നോർക്കയുടെ ഡൽഹി ഓഫീസ് മുഖേനയും വിവരശേഖരണവും ഏകോപനവും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാത്രിക്ക് ശേഷം പുതിയതായി ആരും ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ അറിയപ്പെടുന്ന മലയാളികളുടെ എണ്ണം 53 എന്നതാണ്. എന്നാൽ നേപ്പാളിൽ ആകെ എത്ര മലയാളികൾ ഉണ്ടെന്ന കാര്യത്തിൽ ഔദ്യോഗിക വ്യക്തത ഇപ്പോഴും ലഭ്യമായിട്ടുമില്ല. അതിനാൽ തന്നെ കുടുംബാംഗങ്ങൾ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും നോർക്ക ഹെൽപ്പ് ഡെസ്കിനെയും അറിയിക്കണമെന്നാണ് സർക്കാർ അഭ്യർത്ഥിക്കുന്നത്. ഈ ദുരന്തത്തിന്റെ പ്രത്യാഘാതം നേപ്പാളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ത്യയിലും മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേപ്പാളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ്. ബീഹാറിലെ 6 ജില്ലകളിൽ നിന്നായി ഏകദേശം 5000 പേരെ ഇതിനോടകം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. മൊത്തത്തിൽ 10,000 മുതൽ 12,000 വരെ ആളുകളെ ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. അതായത് നേപ്പാളിലെ മലമേഖലയിൽ ആരംഭിച്ച ഈ ദുരന്തം അതിർത്തി കടന്ന് ഇന്ത്യയെയും ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് മലനിരകളുടെ സൗന്ദര്യത്തിനൊപ്പം അവയുടെ ഭീകര ശക്തിയെയും കുറിച്ചാണ്. യാത്ര ചെയ്ത 100 കണക്കിന് ആളുകളുടെ കുടുംബങ്ങൾ ഇപ്പോൾ ഓരോ ഫോൺ കോളിനെയും ഓരോ വാർത്തയെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർ പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ച് ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ്. 2000 സൈനികർ, ഹെലികോപ്റ്ററുകൾ, ദുരന്ത നിവാരണ സേന എന്നിവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോ ജീവനും രക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരം 123 പേർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 21 ഇന്ത്യക്കാർ സുരക്ഷിതരാക്കിയിട്ടുണ്ട്. 21 ഇന്ത്യക്കാരെ സുരക്ഷിതരാക്കിയിട്ടുണ്ട്. 165 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. 826 പേരെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. 53 മലയാളികൾ ദുരന്തബാധിത മേഖലയിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് കേരള സർക്കാരും നോർക്കയും ഏകോപിത ഇടപെടൽ തുടരുകയാണ്. ഇനി വരും മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.